നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ഏദൻ തോട്ടത്തിലെ തക്കാളി കൃഷിയാണ് കേട്ടോ. ഇതേണ്ടോ, ഇത് ഒരെനം ചെറി ടൊമാറ്റോയാണ്. ഇത് നല്ല സമൃദ്ധിയായിട്ട് നമുക്ക് കാഴ്ച കിട്ടുന്ന നല്ലൊരെനം തക്കാളിയാണ്. ഇത് വെറുതെ കഴിക്കാനും സാലഡിനും ഒക്കെ പറ്റിയ ഇനങ്ങളാണ്. പിന്നല്ലാതെ ഞാൻ കുറച്ച് നമുക്ക് കറിക്ക് പറ്റുന്ന ഇനങ്ങളും അല്ലാതുള്ള സാധാരണ നാടൻ ചെറി ടൊമാറ്റോ അങ്ങനത്തെ ഇനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് നല്ല പുഷ്ടിയായിട്ട് എല്ലാ തക്കാളികളും വളർന്നിട്ടുണ്ട്. തക്കാളി കൃഷിക്ക് നമുക്ക് എപ്പോഴും വേണ്ടത് 7-നും 7.5-നും ഉള്ള pH ലെവലുള്ള മണ്ണാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും കുമ്മായം ഇട്ടാണ് മണ്ണ് ട്രീറ്റ് ചെയ്ത് നടുന്നതെങ്കിലും പച്ചക്കൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പച്ചക്കക്ക പൊടി നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ pH ലെവല് കുമ്മായം ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് നാൾ കൂടെ pH ലെവൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇതാണ് ഞാൻ തക്കാളി കൃഷി ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മണ്ണ്. ഈ മണ്ണ് 14 ദിവസം കുമ്മായം ഇട്ട് വെച്ചിരുന്ന മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്ത മണ്ണാണിത്. ആ മണ്ണിൽ 2 ദിവസത്തിന് മുന്നേ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇത്രയും ചേർത്ത് നനച്ച് വെച്ചിരുന്ന മണ്ണാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തക്കാളിക്ക് എപ്പോഴും മണ്ണിൻ്റെ pH ലെവൽ 7-നും 7.5-നും ഇടയിലായിരുന്നാലും മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടുള്ളൂ. പിന്നെ ഇത് നടുന്നതിന് മുന്നേ ഈ നമ്മൾ തൈ നടാൻ പോകുന്നതിനുള്ള ആ കുഴിയുണ്ടല്ലോ, ആ പിള്ളക്കുഴിയിൽ ഒരു നുള്ള വാം ഇട്ട് കൊടുക്കണം. ഇതാണ് വാം. ഈ വാം ഇടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് കണ്ടോ, ഇതിങ്ങനെ ഈ നടാൻ പോകുന്ന ഈ കുഴിയിലാണ് ഈ ഒരു നുള്ളു വാമിട്ട് കൊടുക്കുന്നത്. വാമിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ വേരുപടലങ്ങൾ എന്നിട്ട് ആ വാമിട്ട ഭാഗത്ത് തന്നെ ഈ തൈ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ വേരുപടലങ്ങൾ നല്ലതുപോലെ വളർന്ന് പന്തലിച്ച് ഈ മണ്ണിൽ ലയിച്ചിരിക്കുന്ന ആ ചെടിക്ക് വലിച്ചെടുക്കാൻ പ്രയാസമുള്ള എല്ലാ വളങ്ങളും വലിച്ചെടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വാമിൻ്റെ ജോലി. പിന്നെ നമ്മൾ തൈകൾ നടുന്നതിന് മുമ്പ് ഏത് തൈ നടുന്നതിന് മുന്നേയും സ്യൂഡോമോണസ് 20 ഗ്രാം വെള്ളത്തിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ വേരുകൾ അതിൽ 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷമായിരിക്കണം തൈകൾ നടാനുള്ളത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തൈകളിലെ ബാധ അല്ലെങ്കിൽ ഫംഗസ് ബാധ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടും. അങ്ങനെ നട്ട് വളർത്തിയ തക്കാളികളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, എല്ലാം നല്ല പുഷ്ടിയായിട്ട് വളർന്നു നിൽക്കുന്നത് കണ്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാറുള്ളത്, ഈ തക്കാളി പൂത്ത് തുടങ്ങുമ്പോൾ തക്കാളിയിൽ ആവശ്യത്തിലധികമുള്ള ഇലകൾ മൊത്തം കട്ട് ചെയ്ത് കളയും. നമ്മുടെ ഈ പൂവ് കാണുന്ന ഭാഗത്തിന് താഴെയുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അത് ഈ തക്കാളിയുടെ പ്ലാന്റ്സിലെ ബാഷ്പീകരണം നിയന്ത്രിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കട്ട് ചെയ്ത് കളയാനുള്ള പാകമായി നിൽക്കുന്നതാണ്. ഇനിയിപ്പം ഞാനതെല്ലാം കട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം, നമുക്ക് തക്കാളിക്ക് വിളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നത്, തക്കാളിപ്പൂവ് രാവിലെ നമുക്കിത് ഇങ്ങനെ നല്ലതുപോലെ തട്ടിക്കൊടുക്കാം പൂക്കളെ. അങ്ങനെ ചെയ്യുമ്പോഴും തക്കാളിക്ക് വിളവ് കൂടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തക്കാളി നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയും. നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് തക്കാളി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളൊരു 2 ചുവട് തക്കാളി, 2-3 ചുവട് തക്കാളി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം തക്കാളി നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഏദൻ തോട്ടത്തിലെ തക്കാളി കൃഷി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് വീണ്ടും ഒരു പുതിയ കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്.